ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്, എല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് വന്നിരിക്കുകയാണ്. അത് എന്താണ് നോക്കാം നമുക്ക്. അതായത് എല്ലാം മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ആ ഒരു വിജയത്തെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും സ്റ്റക്കായ അവസ്ഥയിലാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നിയത്. ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഫീലായത്. കാരണം അത്രമാത്രം സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളവിടെ. അതായത് എല്ലാ സിറ്റുവേഷനും അവർക്ക് ഫേവറായിട്ടല്ല, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് തോന്നുന്നത് ഞാനിനി എന്ത് ചെയ്യും, എല്ലാം സിറ്റുവേഷൻ എനിക്ക് എഗെയിൻസ്റ്റ് ആണല്ലോ എന്ന്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും തോറ്റു പോകുമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് എല്ലാം അവർക്ക് ഫേവറായിട്ട് സംഭവിക്കുന്നു. ഇവിടെ നമ്പർ 8 നിങ്ങളിപ്പോൾ അടിക്കടി കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് 8ൻ്റെ എനർജി വളരെ പേടിയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അവസാനിക്കാൻ പോകുകയാണോ എന്നൊക്കെയുള്ള. ഇവിടെ ലൈഫ് നമ്മൾക്ക് സംഘർഷങ്ങൾ തരും, ലൈഫ് നമ്മൾക്ക് പരാജയം തരും ഈ ഒരു 8ൻ്റെ എനർജി കണ്ടാൽ എന്നൊക്കെയുള്ള മോശം ചിന്ത നിങ്ങൾക്കുണ്ടാകും 8ൻ്റെ എനർജി കാണുമ്പോൾ. ഇവിടെ ഇങ്ങനെ ഒരു മോശം കാര്യം ഈ ഒരു 8 നമ്പർ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. നിങ്ങൾ അനാവശ്യമായിട്ട് പേടിക്കുകയാണ്. 8 നമ്പർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ പേടിക്കുന്നു. ഈ ഒരു 8ൻ്റെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സംഘർഷങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു വിജയം ലഭിക്കത്തില്ലേ, ആ ഒരു എനർജിയാണ്. 8ൻ്റെ എനർജി ഒരിക്കലും നിങ്ങളെ തോൽപ്പിച്ച് കളയത്തില്ല. ഇവിടെ 8, 88, 888 ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 888 കണ്ടാൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ വിശ്വസിച്ചോളൂ. ഇനി 88 ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് പരിവർത്തനത്തിലേക്ക് പോകുകയാണ് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കുറേ കാര്യങ്ങളിൽ പരിവർത്തനം ഉണ്ടാകും. എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഹൈഡാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ പരിവർത്തനം ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു ജോലിയിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. മുന്നേ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തു വച്ചിരുന്നത് അതിൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ കാര്യങ്ങളിലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതായത് മുന്നേ നിങ്ങൾ എന്തൊക്കെ കർമ്മമാണോ നല്ല കർമ്മം ചെയ്തു വച്ചേക്കുന്നത് അതിൻ്റെ ബലം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതായിട്ട്. പിന്നെ നിങ്ങൾ തോറ്റു പോകുമെന്ന് വിചാരിച്ച ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് എപ്പോഴും തോന്നിയത് അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ടും തോറ്റുപോയി എന്നാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും നിങ്ങൾ തോറ്റുപോയി എന്നാണ് വിചാരിച്ചത്. അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ആൾക്കാർ നിങ്ങളെ തെറ്റായ രീതിയിൽ പറയുകയാണ്, നിങ്ങളെക്കുറിച്ചും വളരെ മോശമായിട്ട് പറയുകയാണ്. അതായത് നിങ്ങളുടെ ഡിഗ്നിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരെയും പോയി ഇതാണ് എൻ്റെ സ്വഭാവം, ഞാൻ അവർ പറയുന്ന പോലത്തെ ആളല്ല, അങ്ങനെ പോയി പറയാൻ പോകുന്നില്ല. എപ്പോഴായാലും എൻ്റെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നല്ല കർമ്മം ചെയ്ത്. നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, തെറ്റായ രീതിയിൽ ചർച്ചകൾ ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ നിങ്ങളെക്കുറിച്ച്. പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതായത് ആൾക്കാർ എന്ത് വേണോ പറഞ്ഞോട്ടെ, ഈ ഒരു സമയം ദേവിയുടെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ മേൽ എന്തൊക്കെ ആരോപണങ്ങളാണോ ആൾക്കാർ പറഞ്ഞത് ആ ഒരു ആരോപണം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആൾക്കാർ ഇത്രമാത്രം പ്ലാനിങ് ചെയ്തിട്ടും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവർക്ക്. അപ്പോൾ ഈ ഒരു പരാജയം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല. ഈ ഒരു പരാജയം നിങ്ങളെ പരാജയപ്പെടുത്താൻ പോയ അങ്ങനെയുള്ളവർക്കാണ് പരാജയം ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ആൾക്കാർ നിങ്ങളെ കള്ളിയാണ് അല്ലെങ്കിൽ കള്ളനാണെന്ന് പറയാൻ അവർ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ അല്ല, അവരാണ് അങ്ങനെ പറയുന്നതെന്ന് ലോകം, ദൈവം അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു.
ഇവിടെ നമ്പർ 2മായിട്ട് കണക്ട് ചെയ്യുന്ന 53 അല്ലെങ്കിൽ 2222, അതായത് ഈ ഇത്രയും നമ്പർ കൂട്ടുമ്പോൾ 8 ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളെ പെടുത്താൻ ആൾക്കാർ തീരുമാനിച്ചത്, ആ ഒരു സിറ്റുവേഷനിൽ സ്വയം അവർ പെടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആൾക്കാർ നിങ്ങളെ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ കൊണ്ടിടാൻ നോക്കും. അത് അവിടെ ആരും നിങ്ങളെ സഹായിക്കാൻ വരാതിരിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ആ ഒരു കരങ്ങൾ നിങ്ങളെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു ഓറ ഇങ്ങനെയാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. കള്ളം ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് തന്നെ നിങ്ങളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ നിങ്ങൾ പോകാൻ പാടില്ല, അസത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകണം. അതിനു വേണ്ടി നിങ്ങളുടെ മുന്നിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുകയാണ്. പക്ഷേ ദൈവത്തിനറിയാം നിങ്ങളുടെ ഓറ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ദൈവം. നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ വളരെ കുറവായിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളായിട്ടും നിങ്ങളുടെ വർക്കിലാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പായിട്ടും. കാരണം ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്ന്. തെറ്റെന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ മുന്നേയും നിങ്ങൾ ആരോടും പോയി നിങ്ങളുടെ ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന്. ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ല. ദൈവം എന്തായാലും നിങ്ങൾ എന്താണ് എന്നുള്ളത് ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതലായിട്ട് ബിസിയായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ എന്താണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് പറയുന്നത്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിസിയായിട്ടിരിക്കുകയാണ്. അതായത് കോയിൻ ഏത് സൈഡ് വീണാലും വിജയം നിങ്ങൾക്കായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് നല്ലതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആര് എന്ത് വേണോ ചെയ്യട്ടെ നിങ്ങൾക്കെതിരെയായിട്ട്, പക്ഷേ അതിൻ്റെ എല്ലാ ലാഭം നിങ്ങൾക്ക് നേരായ രീതിയിലായിരിക്കും ലഭിക്കുന്നത്, പോസിറ്റീവായിട്ട്. ഇവിടെ നിങ്ങൾ എന്ത് നന്മയാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു കൃപയാൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി പോയിട്ട് വേറൊരാളുടെ ലൈഫിലേക്ക് ആ നെഗറ്റിവിറ്റി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റിവിറ്റിക്ക് എപ്പോഴും ഒരു സ്ഥാനം വേണം. ആ ഒരു സ്ഥാനം എവിടെയാണോ ഉള്ളത് അവിടേക്ക് അത് പോകും. ഇവിടെ ആരൊക്കെയാണോ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരും, സ്ട്രഗിൾ ഉണ്ടാകും അവർക്ക്. അപ്പോൾ നിങ്ങളെ ലൈഫിൽ ഇതെല്ലാം തരുവാനാണ് ഈ വ്യക്തികൾ ആഗ്രഹിച്ചത്. ഇനി ഇതെല്ലാം ഇവരായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം തരികയാണെങ്കിൽ അതിന് പകരമായിട്ട് അവരുടെ ലൈഫിലും അത് തന്നെയായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പകരമായിട്ട് അവരായിരിക്കും ഒറ്റപ്പെടാൻ പോകുന്നത്. ഒരു വ്യക്തി നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്കും തിരിച്ച് ചതി ലഭിക്കും. ഇവിടെ പൈസയുടെ ആ ഒരു ആധാരത്തിൽ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് വിഷമവും മുറിവുകളും ചതിയും തന്നത്, തിരിച്ച് അവർക്ക് അത് തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് റിഫ്ലക്ഷൻ, ഒരു മിറർ എനർജിക്കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കർമ്മ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി ആരും മോശം ചെയ്തോ അവർക്ക് തിരിച്ച് ദൈവം അവർക്ക് മോശം കൊടുക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് കർമ്മ റിട്ടേൺ എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഇത്രയും വലിയ ന്യായം ലഭിക്കണമെന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ എനിക്ക് ന്യായം ലഭിക്കണം എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങൾ എന്തുമാത്രം ലിമിറ്റിനപ്പുറം പോയി വിഷമിച്ചിട്ടുണ്ട് എന്ന് ഈശ്വരനറിയാം. നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇത്രയും സഹിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കഴിവില്ല എന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയാം എത്ര മോശം സാഹചര്യം വന്നാലും സഹിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന്. കാരണം അതിനുള്ള വിൽ പവർ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പല സ്ഥലത്തും പോയി പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളെക്കുറിച്ച് മോശം മറ്റുള്ളവരോട് പറയുമ്പോൾ ഇവരെക്കുറിച്ച് ആൾക്കാർ വളരെ മോശമായിട്ട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു അഹങ്കാരവും കാപട്യവും എല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരോട് പോയി നിങ്ങളുടെ മോശം പറയത്തില്ല. അപ്പോൾ സ്വയം ഇവരുടെ തന്നെ മോശം അവിടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ അതായത് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഈ വ്യക്തി മറ്റൊരാളെക്കുറിച്ച് പറയുന്നെങ്കിൽ നാളെ എന്നെക്കുറിച്ചും ഈ വ്യക്തി മോശം പറയുമെന്ന് ആൾക്കാർക്ക് ഇവരെക്കുറിച്ചുള്ള ആ ഒരു ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർക്ക്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വളരെ മോശം ശബ്ദത്തിലുള്ള വാക്കുകളാണ് ഇവർ യൂസ് ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇതുമില്ല, എന്നിട്ടും ഇവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശം പറഞ്ഞവരായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് വ്യക്തിയാണോ നിങ്ങൾക്കെതിരെ മോശമായിട്ട് ഓരോന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ നല്ലതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദൈവം അപ്പോൾ അവിടെ പ്രവർത്തിച്ച് നിങ്ങളുടെ ആ ഒരു നന്മ പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇവിടെ ആരൊക്കെയാണോ അവരുടെ ആ ഒരു കർമ്മം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ദൈവത്തിന് സറണ്ടർ ചെയ്താൽ മതി. ദൈവമേ, ഞാനിങ്ങനെ നല്ലത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്കെതിരെ മോശം ആര് പറയുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങയ്ക്ക് മുമ്പിൽ അത് സമർപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കുക ദൈവത്തിന് മുമ്പിൽ. ഇവിടെ നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെ തോന്നരുത് ന്യായം നിങ്ങളുടെ കൂടെ സംഭവിക്കത്തില്ല എന്ന്. ഉറപ്പായിട്ടും ന്യായം നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ അത്രമാത്രമാണ് കരഞ്ഞത് കഴിഞ്ഞു പോയ സമയത്തെല്ലാം. അപ്പോൾ ദൈവം വിചാരിക്കുന്നത് ഇനി ഈ കുട്ടിയെ കരയിപ്പിക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു വക കൊടുക്കണം എന്നുള്ള രീതിയിൽ ദൈവം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുകയാണ്. ഇവിടെ ഇനി വരാൻ പോകുന്ന സമയം ഇത്രമാത്രം നിങ്ങൾ ചിരിക്കും, നിങ്ങളുടെ പല്ല് കാട്ടി നിങ്ങൾ ചിരിക്കും. ആ രീതിയിൽ എന്തെങ്കിലും ഒരു സന്തോഷ നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ നിങ്ങൾക്ക് മോശമായിട്ട് എന്താണോ പ്രവർത്തിക്കുന്നത്, നിങ്ങളപ്പോൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫേവറായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് നേരെ ആരെങ്കിലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മോശം ദൃഷ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മോശം നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കുന്നതാണ്. കാരണം ഇനി ഒരിക്കലും അവർക്കൊരു അവസരം യൂണിവേഴ്സ് കൊടുക്കത്തില്ല. ഈ ആൾക്കാർക്ക് ഉറപ്പായിട്ടും കർമ്മ റിട്ടേൺ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങളുടെ മുന്നിൽ ഒരു എന്താ പറയുക, ഒരു മറ, നിങ്ങൾക്കെതിരെ ആരെന്ത് ചെയ്താലും അതിനെല്ലാം തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കുന്ന രീതിയിൽ ഒരു മറയായിട്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾ ഒരു കാര്യത്തിലും ഏത് സ്ഥിതിയിലായാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ എല്ലാവരുടെയും ഒരു നല്ല ഒരു കുട്ടിയായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മിക്കവാറും ആൾക്കാരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ അവർ പറയുന്ന കള്ളത്തിൽ വളരെയധികം പ്രൗഡ് ഫീൽ ആകുകയാണ് അവർക്ക്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ പ്രൗഡ് ഫീൽ ആവുക. കാരണം സത്യം മാത്രമേ എപ്പോഴായാലും വിജയിക്കുകയുള്ളൂ. കള്ളത്തിന് ഒരിക്കലും ഒരു സ്ഥിരത ഉണ്ടാവത്തില്ല, പക്ഷേ സത്യത്തിന് സ്ഥിരത എപ്പോഴും ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ സത്യം തന്നെയാണ് നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 8ൻ്റെ എനർജി ഒരിക്കലും നിങ്ങളുടെ കൈകളെ കാലിയാക്കി വയ്ക്കത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് 8ൻ്റെ എനർജി തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ 8 നമ്പർ ഇനി വരാൻ പോകുന്ന സമയം അല്ലെങ്കിൽ ഇപ്പോഴോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയോ പേടിക്കുകയോ ചെയ്യരുത്. അതായത് എന്തെങ്കിലും രീതിയിൽ ഒരു സോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു 8ൻ്റെ എനർജി തരും. ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു വലിയ ദുഃഖത്തിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖം മറിഞ്ഞിരിപ്പുണ്ടാവും. അല്ലാതെ ദൈവം നിങ്ങൾക്ക് ദുഃഖം തരത്തില്ല. ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ട്, ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സുഖവുമുണ്ട്. ഇവിടെ സ്വയം നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഭാരം കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റിയും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് വരണമെന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ പോലും അവർക്ക് അപ്പോൾ തന്നെ കർമ്മ റിട്ടേൺ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് അവർക്ക് ഫീലാവുകയും ചെയ്യും. ഞാൻ ഇവരെക്കുറിച്ച് മോശം അങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെ കർമ്മ റിട്ടേൺ വന്നത് എന്ന് അവർക്ക് ഫീലാവുകയും ചെയ്യും.
ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലോസ് സംഭവിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലാഭം ലഭിക്കും. അതായത് ആ വ്യക്തികൾ എന്താണോ ചിന്തിക്കുന്നത് അതിന് വിപരീതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതായത് ഇവരെ ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് ചില ആൾക്കാർ നിങ്ങളുടെ പിറകെ ഇങ്ങനെ വരികയാണ് നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ പോകെ പോകെ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവത്തില്ല നിങ്ങൾ ഏത് വഴിയാണ് പോയത് എന്ന്. അങ്ങനെ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നവർ സ്വയം ഡയറക്ഷൻ തെറ്റായ ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരെ ദൈവം ഭ്രമിപ്പിക്കും. അതായത് നിങ്ങൾ നല്ല വഴിയിൽ പോകുന്ന ഒരാളെ തെറ്റായ വഴി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ മോശം വഴിയിൽ പോകൂ എന്നുള്ള രീതിയിൽ ദൈവം ഇവരുടെ ആ ഒരു വഴിയിൽ മാർഗ്ഗതടസ്സം ഉണ്ടാക്കും. പിന്നെ ഇവർ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇവരുടെ ലൈഫ് അപ്പോൾ സ്പോയിൽ ആവുകയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അതായത് 24 അവേഴ്സും ഒരു സ്പൈ ക്യാമറ പോലെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയം ഇവരുടെ ലൈഫ് സ്പോയിൽ ആവുന്ന കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ ലൈഫിൽ ഇത്രമാത്രം സംഘർഷങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നും എൻ്റെ ലൈഫിനെ ഞാൻ തന്നെയാണല്ലോ മോശമാക്കിയത് എന്ന്. ഇവിടെ സമയം ഇങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരാളെ സന്തോഷിപ്പിച്ച് നമ്മുടെ സമയം നല്ലതാക്കാം, ഇല്ലെങ്കിൽ മറ്റൊരാളെ ദുഃഖിപ്പിച്ച് നമ്മുടെ സമയം മോശമാക്കാം. നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ ആൾക്കാർ ഇങ്ങനെയാണ്, സ്വന്തം സുഖത്തിനെയും കാട്ടി മറ്റുള്ളവരുടെ സുഖം എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ഇന്ന് അങ്ങനെ ചെയ്യും, പക്ഷെ നാളെ അവരുടെ ലൈഫിൽ ദുഃഖം വരുമ്പോഴാണ് അവർ ആലോചിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഈ ഒരു കഴിഞ്ഞു പോയ സമയത്തോ റീസെൻറ്റ് പാസ്റ്റിലോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു വ്യക്തി അവരെ ചതിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു ശരിയായ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ ചതിക്കാൻ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയത്തിൻ്റെ ആധാരത്തിൽ ഒരു വ്യക്തിക്ക് അവരുടെ മുഖം തന്നെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ണാടിയിൽ. അതായത് നീ എന്താണോ മറ്റൊരാളുടെ ലൈഫിൽ ചെയ്തത് അത് തന്നെയാണ് നിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഈ ഒരു കാര്യം സംഭവിക്കാൻ അധിക സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ദൈവം ഈ വ്യക്തികൾക്ക് ഒത്തിരി അവസരങ്ങൾ കൊടുത്തു. അവസരങ്ങൾ കൊടുത്തപ്പോഴെല്ലാം അതിനെ ഇവർ വെറുതെ കളഞ്ഞു, പാഴാക്കി. അപ്പോൾ ഇനി ഇവർക്ക് അവസരം ദൈവം കൊടുക്കത്തില്ല. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വാണിയുടെ ആ ഒരു മോശ പ്രഭാവമുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ശബ്ദം കൊണ്ട് നിങ്ങളെ അത്രമാത്രം ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം മോശമായിട്ടുള്ള ഒരു വാണി അതാണ് ഇവരുടേത്. ഇവരുടെ ആ ഒരു ശബ്ദം വളരെ മോശമായത് കാരണം തന്നെ നിങ്ങൾ ഇവരോട് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ചില വ്യക്തികൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ദൈവത്തിനോട് പറയുന്നുണ്ട്, ദൈവമേ എനിക്കിനി ഈ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ വ്യക്തിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവരരുതേ എന്ന്. ഇവിടെ ചില ആൾക്കാരോട് നിങ്ങൾ എന്നേക്കുമായിട്ട് ഒരു അകൽച്ച വച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം, അവരുടെ ആ ഒരു മോശം രീതിയിലുള്ള സംസാരം അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇവിടെ ആരാണോ നിങ്ങൾക്കെതിരെ മോശം ചെയ്തതും പറഞ്ഞതും അവർക്ക് അതിൻ്റെ ആ ഒരു പരിണതഫലം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. മുന്നേയും നിങ്ങളോട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ആ ഒരു ഫലം ലഭിച്ചതാണ്. പക്ഷെ വീണ്ടും അവർ അതേപോലെ തന്നെ നിങ്ങളോട് പെരുമാറുകയാണ്. ഇവിടെ ആരാണോ നിങ്ങൾക്ക് നേരെ വളരെ മോശം രീതിയിലുള്ള ശബ്ദം യൂസ് ചെയ്തത് അതിനെക്കാട്ടി മോശം രീതിയിലുള്ള ശബ്ദം വേറൊരു വ്യക്തി അവരുടെ നേരെ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി ആറ്റിറ്റ്യൂഡിൽ വളരെ മോശം രീതിയിൽ മറ്റൊരു വ്യക്തിയോട് പറയും. അതേ വ്യക്തിക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് ഇതേ സെയിം സിറ്റുവേഷൻ അനുഭവിക്കൊണ്ട് വരുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ മറ്റൊരാളോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലോ എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്നത് എന്ന് അപ്പോഴായിരിക്കും അവർക്ക് തോന്നുന്നത്. അതായത് അപ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതാവും, അഹങ്കാരം ഇല്ലാതാവും. ഇവിടെ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ ഉറപ്പായിട്ടും തെറ്റ് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് ഫേവറായിട്ട് ഒരു പ്രാർത്ഥനയും ചെയ്യാൻ പോകരുത്. കാരണം അവരെന്ത് വിത്താണോ ഇട്ടത് അതിൻ്റെ ആ ഒരു വിത്തിൽ എന്ത് ഫലമാണോ വരുന്നത് ആ ഫലം അവർക്ക് കഴിക്കേണ്ടതായിട്ട് വരും. മോശം വിത്താണ് അവർ ഇട്ടതെങ്കിൽ മോശം കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. നല്ല വിത്താണ് ഇട്ടതെങ്കിൽ നല്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ അവർക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടണ ദൈവമേ, അങ്ങനെ ശിക്ഷ കിട്ടണ ദൈവമേ, അങ്ങനെയൊന്നും പറയാൻ പോകരുത്. ദൈവത്തിനറിയാം നിങ്ങളെ എന്തുമാത്രം ആൾക്കാരാണ് ദ്രോഹിച്ചത്, ഏത് രീതിയിലാണ് ദ്രോഹിച്ചതെന്ന്. അപ്പോൾ ദൈവം തീരുമാനിക്കും അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. അപ്പോൾ
ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എതിരെ എന്താര് ചെയ്തു അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു നല്ല സമയം വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ ടീമെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.